മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിലാണോ? ഒരു വശത്ത് ഇറാന്റെ ആണവ മോഹങ്ങളും മറുവശത്ത് അമേരിക്കയുടെ യൂറോപ്യൻ യൂണിയന്റെയും കടുത്ത ഉപരോധങ്ങളും. ലോകം ഉറ്റുനോക്കുന്ന ഇറാൻ പാശ്ചാത്യ രാജ്യതർക്കം ഇപ്പോൾ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? ഇറാനും യൂറോപ്പും തമ്മിലുള്ള പുതിയ കൊമ്പുകോർക്കലുകൾ എന്തൊക്കെയാണ്? ഡൊണാൾഡ് ട്രംപിന്റെ മടങ്ങിവരവ് ഈ പ്രതിസന്ധിയെ എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി പരിശോധിക്കാം. നമുക്ക് ആദ്യം യൂറോപ്പും ഇറാനും തമ്മിലുള്ള ഇപ്പോഴത്തെ തർക്കത്തിലേക്ക് വരാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബന്ധം വളരെ മോശമാണ്. ഇറാന്റെ ഔദ്യോഗിക സൈനിക വിഭാഗമായ IRGC ഭീകരവാദ സംഘടനയായി യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ ക്രൂരമായി അടിച്ചമർത്തുന്നു എന്ന് ആരോപിച്ചാണ് യൂറോപ്പിന്റെ ഈ നീക്കം. എന്നാൽ ഇറാൻ ഇതിന് മിണ്ടാതിരുന്നില്ല. ഇതിന് പകരമായി യൂറോപ്യൻ രാജ്യങ്ങളുടെ സൈന്യത്തെ ഭീകരവാദികളായി പ്രഖ്യാപിക്കുന്ന പ്രമേയം ഇറാൻ പാർലമെന്റിൽ പാസാക്കി. മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ സംഘർഷം ഉണ്ടാക്കാൻ മാത്രമേ ഇത്തരം പ്രകോപനങ്ങൾ സഹായിക്കൂ എന്നാണ് ഇറാന്റെ നിലപാട്. ഇനി ഇതിന്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് നോക്കാം. അമേരിക്കയുമായുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് 2015 ആണവ കരാറിൽ നിന്നാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അടുത്തിടെ ഒരു കാര്യം വ്യക്തമാക്കി: അമേരിക്കയെ വിശ്വസിക്കാൻ പ്രയാസമാണ്, എങ്കിലും ന്യായമായ ഒരു കരാറിന് ഞങ്ങൾ ഇപ്പോഴും തയ്യാറാണ്. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രം: ഇറാനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കണം. ഇവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റോള്. ഇറാൻ ചർച്ചകളിൽ ഗൗരവം കാണിക്കുന്നുണ്ടെന്ന് ട്രംപ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആണവ വിഷയത്തിൽ മാത്രം ചർച്ച മതിയെന്ന ഇറാന്റെ നിലപാട് കാര്യങ്ങൾ സങ്കീർണമാക്കുന്നു. ഇറാന്റെ മിസൈൽ പ്രോഗ്രാമും ഇതിൽ ഉൾപ്പെടുത്തുമെന്നാണ് അമേരിക്കയുടെ ആഗ്രഹം. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം വരാനിരിക്കുന്ന യുദ്ധസാധ്യതയാണ്. ഇറാന്റെ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്ക ഉടൻ ഒരു സൈനിക നീക്കം നടത്തിയേക്കുമെന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാന്റെ ഭരണം അട്ടിമറിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ നിലപാട് വളരെ നിർണായകമാണ്. ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ട്രംപിന് മേൽ ഇസ്രായേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇത് മിഡിൽ ഈസ്റ്റിലെ ഒരു വൻ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ലോകം ഭയപ്പെടുന്നത്. ഈ ഭീഷണികളോട് ഇറാന്റെ നേതാവ് ആയത്തുള്ള ഖമേനി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അമേരിക്ക ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമായി ഒതുങ്ങില്ല. ഞങ്ങൾ ആരെയും ആദ്യം പോയി ആക്രമിക്കുകയില്ല, എന്നാൽ ഞങ്ങളെ തൊട്ടാൽ തിരിച്ചടി ഭീകരമായിരിക്കും എന്ന ശക്തമായ മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. സ്ഥിതിഗതികൾ ഇത്രയും വഷളായിട്ടും സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നത് ഒരു ആശ്വാസമാണ്. ഖത്തർ പ്രധാനമന്ത്രിയും ഈജിപ്ഷ്യൻ പ്രസിഡന്റും ഇറാന്റെ നേതൃത്വവുമായി നിരന്തരം സംസാരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉപരോധങ്ങൾ മാറണം എന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സൈനിക നീക്കങ്ങളിലൂടെ ഇറാനെ വരുതിയിലാക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും ശ്രമിക്കുന്നു. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ അതോ ഒരു സമാധാന കരാറിൽ എത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.